വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചും രാഷ്ട്രീയ മറുപടികൾ പറഞ്ഞും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും ഒരുമിച്ചെത്തിയത്. മണ്ഡലത്തിലെയും സംസ്ഥാന ദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്തായിരുന്നു മുഖാമുഖം പരിപാടി നടന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും UPA-യുടെ കാലത്താണ് കോഴിക്കോട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വികസനം വന്നതെന്നും UDF സ്ഥാനാർത്ഥി MK രാഘവൻ. UPA ഗവൺമെൻറ് കാലത്താണ് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറയുന്നത് PMSSYയുടെ കീഴിലാണ്. 200 കോടിയുടെ പ്രോജക്റ്റാണ്. അത് യാഥാർത്ഥ്യമായി. രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ലെന്നും സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്നും ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാംലീല മൈതാനത്ത് പ്രതിപക്ഷത്തിന്റെ വലിയ റാലി നടന്നു. ആ റാലിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എന്താണ് പിണറായിയെ ED അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. ഈ വൈരുദ്ധ്യം പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ പക്വതയില്ലായ്മയും രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ വൈകല്യത്തെ വ്യക്തമാക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നൽകിയ വികസനം കോഴിക്കോടിന് ആരും നൽകിയിട്ടില്ലെന്നും അതിനാൽ മോദി 3ാം തവണയും അധികാരത്തിൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നതായും NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ മറുപടി. മറ്റ് 2 സ്ഥാനാർത്ഥികളും MP എന്ന നിലയിൽ പ്രവർത്തിച്ചവരാണെന്നും തനിക്ക് അവസരം തരാൻ തയ്യാറാകണമെന്നും MT രമേശ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി മോഡി ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും. പ്രധാനപ്പെട്ട കാരണം 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വികസനവും ക്ഷേമവുമാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയത്. കോംട്രസ്റ്റ് വിഷയത്തിൽ ഇടത് യൂണിയൻ നേതാവ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് എളമരം കരീം തടിയൂരി. എന്നാൽ MT രമേശ് വിട്ടില്ല. സ്വകാര്യ വ്യക്തിക്കെതിരെ സർക്കാർ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നില്ല എന്ന് MT. രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായിട്ടുള്ള സംഗതി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൽ സാധാരണ നിലക്ക് അത് സ്റ്റേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണ്ടേ? കാരണം രാഷ്ട്രപതി ഒപ്പിട്ടാൽ ഇറ്റ് ഇസ് ദ ലോ ഓഫ് ലാൻഡ്. രാഷ്ട്രപതി ഒപ്പിട്ട നിയമമാണ്. ആ നിയമത്തെ ഒരു സ്വകാര്യ വ്യക്തികൾ ചോദ്യം ചെയ്തിട്ട്, ഒരു ഗവൺമെൻറ് ഏജൻസി ഇല്ല, സ്വകാര്യ വ്യക്തികൾ ചോദ്യം ചെയ്തിട്ട് അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൂടി LDF ഉത്തരം പറയണം. നരേന്ദ്രമോദിക്ക് ബദലാകാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന എളമരം കരീമിന്റെ വാദത്തിന് MK രാഘവന്റെ വക ട്രോൾ. 543 സീറ്റുകൾ തന്നെ മത്സരിക്കുന്ന പാർട്ടിക്ക് മാത്രമേ തോൽപ്പിച്ച് തിരിച്ച് അധികാരത്തിൽ വരാൻ സാധിക്കും. CPM പോലത്തെ പാർട്ടി 47 സീറ്റ് താഴെയാണ് മത്സരിക്കുന്നത്. ഒരിക്കലും അവർക്കൊന്നും ചെയ്യാൻ, ജില്ലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കോഴിക്കോടിന്റെ മാത്രമായ എയിംസ്, ബേപ്പൂർ പോർട്ട് തുടങ്ങിയവയ്ക്കൊപ്പം ഇലക്ട്രൽ ബോണ്ടും CAA വരെ ചർച്ചയായ മുഖാമുഖം അവസാനിപ്പിച്ച് പിരിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥികൾ ഹസ്തദാനം നൽകിയതിനെയും മൂവരും പരസ്പരം ട്രോളി. അതങ്ങനെയല്ല, 2 പേരിൽ ഒരാളെ കീഴടന്നാൽ മതി. 2 മുന്നണിയാണ്. ജനം, കോഴിക്കോട്.